ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു പെൺകുട്ടീനെ കണ്ടു. അതിപ്പോൾ ഫേസ്ബുക്കിൽ കൂടെയോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ ഒക്കെ ആവാം. നിങ്ങൾ ആ ഒരു പെൺകുട്ടിയായിട്ട് കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും, അതായത് ഓൺലൈനായിട്ട് നിങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോട് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നി. ഇനി ഈ ഒരു പെൺകുട്ടീനെ എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയൽ ആണോ എന്നാണ് നോക്കേണ്ടത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ചതിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ കാണുന്ന എല്ലാം അങ്ങനെ റിയൽ ആണ് എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കുറേ ആളുകളുണ്ട്, അവരിങ്ങനെ ഗേൾസിൻ്റെ ഡി പി ഒക്കെ എടുക്കുക, എന്നിട്ട് അവരെ ഒരു ഡി പി ഒക്കെ സെറ്റ് ചെയ്യും, എന്നിട്ട് ബോയ്സിനോട് തന്നെ ചാറ്റ് ചെയ്യും. അതായത് ബോയ്സിനോട് തന്നെ ആയിരിക്കും ചാറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ പെണ്ണുങ്ങളുടെയൊക്കെ ഡി പി ഒക്കെ എടുക്കുക, എന്നിട്ട് ഇട്ടിട്ട് നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബേഴ്സ് ആവാം, റിലേറ്റീവ്സ് ആകാം. നിങ്ങളെ പറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ട് സംസാരിക്കുന്ന ആ ഒരു പെൺകുട്ടി റിയൽ ആണോ എന്നാണ് ആദ്യമേ തന്നെ ഉറപ്പുവരുത്തേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ലിസണിങ് ആണ്. അതായത് നിങ്ങൾ ഓൺലൈനായിട്ടൊരു പെൺകുട്ടീനെ കണ്ടു, ആ ഒരു പെൺകുട്ടിയായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് അങ്ങോട്ട് കൂടുതലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആദ്യമേ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവരുത്. അവർ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ ലിസൺ ചെയ്യുക. അപ്പോൾ അവർ പറയുന്നത് ഒറിജിനലാണോ എന്ന് കുറച്ചൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓവറായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത്. അതായത് ആ ഒരു പെൺകുട്ടി ആ ഒരു ഐ ഡിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അല്ലാതെ അതായത് ഇപ്പം ഒന്നും അറിയാതെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് തിരിച്ച് റിപ്ലൈ ഇങ്ങനെ കുറേ മെസ്സേജുകളും കാര്യങ്ങളും ഒന്നും അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം അവരുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും, നിങ്ങളുടെ ജോലി തുടങ്ങി ഒരു കാര്യങ്ങളും നിങ്ങൾ ആദ്യമേ അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് പറ്റീരുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ഡെയിലി നമുക്കിപ്പോൾ ന്യൂസൊക്കെ നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. എന്നിരുന്നാലും കുറേ ആളുകളും ഇതിൻ്റെ അകത്ത് വീണ്ടും പോയി പെടാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആദ്യമേ തന്നെ, അതായത് ഒരാളെ കണ്ടു പരിചയപ്പെട്ടു ആദ്യം തന്നെ ഇതൊന്നും അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒപ്പം തന്നെ വരുന്ന വേറൊരു കാര്യമാണ്, ആ ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോ അയച്ചു തരുമോ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാടിക്കീറി ആരും അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ഒരാളാണ് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവരിപ്പോൾ ഫോട്ടോസ് ചോദിച്ചാലും അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനെ എന്ത് ചോദിച്ചാലും ഒന്നും അയച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലിസൺ ചെയ്യുക. ചെറിയ ഷോർട്ട് റിപ്ലൈസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓവറായിട്ടുള്ള കെയറിങ് ആണ്. അതായത് നിങ്ങൾ ഒരാളെ കണ്ട് ആദ്യം തന്നെ ഇപ്പം റിയലാണ് എന്ന് ഉറപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഓവറായിട്ട് അവരുടെ ലൈഫിലേക്ക് ചെന്ന് കയറി കൊടുക്കരുത്. അതായത് ചില വ്യക്തികളുണ്ട്, നീ കഴിച്ചോ കുടിച്ചോ കിടന്നോ എന്താ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി വിചാരിക്കുക നിങ്ങൾ കോഴിയാണ് എന്നാണ്. പിന്നെ ഒരു കോഴിയാണ് എന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ടായിരിക്കും, അതായത് നിങ്ങളൊരു കോഴിയാണെന്നുള്ള ഒരു രീതിയിലായിരിക്കും പിന്നെ അവരെ സംസാരിക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, അതായത് ഓവർ കെയറിങ് ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യം കയറി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാതിരിക്കുക. അതായത് ഒരു 2 അല്ലെങ്കിൽ 3 4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പഴയ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ വൈബിന് പറ്റിയ ഒരാളാണ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് എന്തോ നിന്നോടൊരു താല്പര്യമുള്ള പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഈ കാര്യം പറയുന്നതിന് മുമ്പ് അവർ കല്യാണം കഴിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒന്നും അറിയാതെ ആരെയും കയറി ആരും പ്രപ്പോസും ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു 3 4 മാസത്തിന് ശേഷം നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. പിന്നെ
ലാസ്റ്റായിട്ട് നിങ്ങൾ പറയുകയും ചെയ്യണം ഫാമിലിയായിട്ട് അവരുടെ വീട്ടിൽ ചെല്ലാമെന്ന്. അല്ലാതെ ഓൺലൈൻ ഒരു പെൺകുട്ടീനെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ചെല്ലുക, അവരുടെ വീട്ടിൽ ചോദിക്കുക, സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരുപാട് ചതികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു ചതിക്കുഴിയിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു കയറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.